വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കോൺഗ്രസ് എംപി മുഹമ്മദ് ജാവേദ് ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത്. അതേസമയം വഖഫ് ബില്ലിനെതിരെ കൊൽക്കത്തയിലും അഹമ്മദാബാദിലും പ്രതിഷേധം. കൊൽക്കത്തയിൽ ജോയിന്റ് ഫോറം ഫോർ വഖഫ് പ്രൊട്ടക്ഷൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. അനൂപ്, അല്പസമയം മുമ്പ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ പ്രതിപക്ഷ പാർട്ടികൾ നീക്കം സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. കോൺഗ്രസ് എം പി സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹർജിയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റ് പാർട്ടികളുടെ നീക്കം അതും അതിവേഗത്തിലുണ്ടാകും. ഇപ്പോൾ ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ എം പി മുഹമ്മദ് ജാവേദ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് വ്യക്തിപരമായി കോടതിയെ സമീപിച്ചതാണോ അതല്ല പാർട്ടി പറഞ്ഞിട്ട് സമീപിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അത് എങ്ങനെയാണെങ്കിലും കോൺഗ്രസ് രാവിലെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ജയറാം രമേശ് രാവിലെ തന്നെ മാധ്യമങ്ങളെ അറിയിച്ച കാര്യം കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് പോവുകയാണ്. സുപ്രീം കോടതി ഈ പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതിയെ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുമെന്ന് വ്യക്തമാക്കിയതാണ്. അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോഴുമുള്ളത്. സമാനമായി ഈ വിഷയവും കോടതിയെ സമീപിച്ച് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് മാത്രമല്ല DMK, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളും അടുത്ത ആഴ്ചയോടെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സാധ്യത. അനൂപ്, അഹമ്മദാബാദിലും കൊൽക്കത്തയിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ. അതെ, ഈ വഖഫ് നിയമ ഭേദഗതി പാസാക്കി കഴിഞ്ഞാൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ പ്രഖ്യാപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ എങ്ങനെ നമ്മുടെ രാജ്യത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഴിയുമോ ആ വഴിയെല്ലാം തേടിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ അറിയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് കൊൽക്കത്തയിലും അഹമ്മദാബാദിലും എല്ലാം. അനൂപ്, വഖഫ് ബില്ലിനെതിരെ ഒരു നിയമ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. അതേസമയം കൊൽക്കത്തയിലും അഹമ്മദാബാദിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും നടക്കുന്നുണ്ട്. അനൂപ് ദാസാണ് വിവരങ്ങൾ നൽകിയത്.